അഴകളവുകൾ എടുത്തു കാണിക്കുന്ന നിശാവസ്ത്രം ധരിച്ച് ഏതൊരാണിനെയും അയക്കുന്ന വശ്യമായ പുഞ്ചിരിയുമായി മുന്നിൽ നിൽക്കുന്നവളെ കാണും തോറും യാദവിന്റെ ഞരമ്പുകൾ വരിഞ്ഞു മുറുകി. കോപം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. ഇന്ന് ഇതേ ദിവസം തന്റെ താലിയും സിന്ദൂരവുമായി ഒരു സെറ്റും മുണ്ടുമെടുത്ത് കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു പെണ്ണിനെ ഓർമ്മ വന്നു. തന്റെ എല്ലാമായിരുന്നവളെ. ഒടുവിലായി ഇന്ന് മണ്ഡപത്തിൽ വന്ന് തനിക്ക് ആശംസകൾ നേർന്ന് പാടുപെട്ട് പുഞ്ചിരി നൽകി അവളുടെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞു. യദു, എനിക്കൊന്ന് സംസാരിക്കണം. വിദ്യ, കോൾമി യാദു. യദു എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ എന്നെ വിളിക്കുന്നതാണ്. അല്ലാതെ നിന്നെപ്പോലുള്ള അവളുമാർക്കൊക്കെ വിളിക്കാനുള്ളതല്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. നീ എന്നെ അമ്മയെ എന്തു പറഞ്ഞ വായിക്കിട്ട് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ കണ്ടോമാരെ മയക്കെടുക്കുന്ന അടവുകളായിട്ട് എൻ്റെ അടുത്ത് വരുത് കേട്ടോടി. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. ആ ഇരുട്ടിൽ ടെറസിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ ഓർമ്മകൾ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. വിനയ, നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടി, തൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരി. ഒരിക്കൽ ഉത്സവത്തിന് അവളുടെ കുറെ കൂട്ടുകാരികൾ വീട്ടിൽ വന്നിരുന്നു. 2 ദിവസം നിന്നിരുന്നു. അന്നാണ് അവൾ ആദ്യമായി കാണുന്നത്. ഒരു പട്ടുപാവാടയിട്ട് വിടർത്തിയിട്ട് തോളോടൊപ്പമുള്ള മുടിയുമായ ഒരു പെണ്ണ്. ഇരുനിറം. ആ ഉണ്ടക്കണ്ണുകളിൽ നോക്കി നിൽക്കുമ്പോൾ എന്നെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഇടയ്ക്ക് അവളുടെ നോട്ടവീനിലേക്ക് വന്നിരുന്നു. കണ്ണുകൾ തമ്മിൽ ഉടയ്ക്കുമ്പോൾ പിടച്ചിലോടെ നോട്ടം പിൻവലിച്ച് താഴേക്ക് നോക്കി നിൽക്കും. എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ കണ്ണിൽ പെടുമ്പോഴേക്കും പെണ്ണ് നിലത്ത് പരതാൻ തുടങ്ങും. ഞാൻ അടുത്ത് വരുമ്പോഴെല്ലാം ഒരു വിറയലോടെ ആ ഉണ്ടക്കണ്ണുകൾ പിടക്കുന്നത് കാണാം. ആരും കാണാതെ അപൂർവമായി നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിയും. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഉള്ളാകെ ഒരു കുളിരാണ്. എൻ്റെ സങ്കല്പങ്ങളെല്ലാം ഒത്തിണങ്ങിയ പെൺകുട്ടി. ഉത്സവം കഴിഞ്ഞ് അവർ പോയപ്പോഴേക്കും അവൾ എൻ്റെ മനസ്സിൽ ഇനി പറിച്ചു മാറ്റാൻ പറ്റാത്തത്രയും ആഴത്തിൽ ഇടം പിടിച്ചിരുന്നു. പഠിത്തം കഴിഞ്ഞ് ട്രെയിനിങ്ങിന് കയറിയ സമയമായിരുന്നു. പെണ്ണിനെ വീണ്ടും കാണാൻ വേണ്ടി യമുനയെന്നും കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്ന ജോലി ഏറ്റെടുത്തു. എന്നും ഏതെങ്കിലും ഒരു മറവിലായി നിന്ന് എന്നെ നോക്കുന്ന ഉണ്ടക്കണ്ണുകളെ കാണാം. ഇനിയും ഈ ഒളിച്ചുകളിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് യമുനയുടെ ഫോണിൽ നിന്ന് അവളുടെ നമ്പർ കട്ടെടുത്ത് മെസ്സേജ് അയച്ചു. ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും പോകെ പോകെ ഞങ്ങൾ പിരിയാൻ കഴിയാത്ത വിധം അടുത്തു. അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. 2 വർഷം ഫോൺ വിളികളിലൂടെ ഞങ്ങൾ പ്രണയിച്ചു. നേരിൽ കണ്ടാൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. 2 വർഷത്തിന് ശേഷം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോഴാണ് അമ്മ വിവാഹം നോക്കി തുടങ്ങാമെന്ന് പറയുന്നത്. അമ്മയോടും യാമിയോടൊന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞിരുന്നില്ല. യാമിയുടെ അതേ ക്ലാസ്സിലെ കുട്ടിയെ ഞാൻ പ്രണയിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തോ അത് മോശമല്ലേ? അവൾക്ക് മാതൃകാവേണ്ട ഞാൻ തന്നെ. അതുകൊണ്ട് വിവാഹ ടൈമിൽ ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതിയത്. അമ്മയോട് അല്പം സാവകാശം ഞാൻ വാങ്ങി. വിനയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവളുടെ അച്ഛനെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവളൊന്ന് സൂചിപ്പിക്കാം, അതിനുശേഷം ഞാൻ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ ഇഷ്ടത്തിനൊപ്പം ഉണ്ടാവുമെന്നറിയാമായിരുന്നു. പിന്നെ വിനയുടെ അച്ഛനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നല്ലൊരു ജോലിയുണ്ടല്ലോ. അങ്ങനെ സ്വയം ചിന്തിച്ചൂട്ടി വരാൻ പോകുന്ന മനോഹര നിമിഷങ്ങളെ സ്വപ്നം കണ്ടാണ് അന്ന് ഉറങ്ങിയത്. പിറ്റേന്ന് തന്നെ അവളെ വിളിച്ചു. മറുപടിയായി വന്നൊരു പൊട്ടിക്കരച്ചിലാണ്. സമ്മതിച്ചിട്ടുണ്ടാവില്ല. അവളെ കൂടുതൽ വിഷമിപ്പിക്കാതെ ധൈര്യം നൽകി ഫോൺ വെച്ചു. അവളെ പോയി നേരിൽ കണ്ടു. പെണ്ണെന്നെ കണ്ടപ്പോഴേ കരച്ചിലായിരുന്നു. വിനയമോളെ കരയിലിടൂ. അച്ഛന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ അമ്മയും കൂടി പോയി കണ്ട് സംസാരിക്കാം. താനിങ്ങനെ കരയിലിടൂ. എന്തോ പണ്ട് തൊട്ടേ പെൺകുട്ടികൾ കരയുന്ന കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ അവൾ എൻ്റെ പ്രാണനല്ലേ. അതല്ലേ ഏട്ടാ, അച്ഛൻ വീതുമ്പലടക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. അച്ഛൻ്റെ കല്യാണം നേരത്തെ ഉറപ്പിച്ചിരുന്നു അത്രേ. അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോനെ കൊണ്ട് കെട്ടിക്കാന്ന് വാക്ക് കൊടുത്താത്രേ. വാക്ക് മാറ്റി പറയേണ്ടി വന്ന അച്ഛനെ പിന്നെ കാണില്ലാന്ന് പറഞ്ഞിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു. അവളുടെ വാക്കുകൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. എൻ്റെ ചിന്തകളിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനെ കൺവീൻസ് ചെയ്യാൻ ആത്മവിശ്വാസം അവിടെ തകർന്നു. ഇനി എന്ത്? മുന്നിലിരുന്ന് കരയുന്ന പെണ്ണിനോട് എന്തു പറയും? ആകെ ഒരു ശൂന്യത മാത്രം. എനിക്കൊന്നും അറിയില്ല ഏട്ടാ, എനിക്ക് ഏട്ടില്ലാതെ പറ്റില്ല. ഏട്ട വിളിച്ചാൽ ഞാൻ വരും. ആ നിമിഷം തന്നെ അവളെ കൂടെ കൂട്ടാൻ ഹൃദയം മുറവിളി കൂട്ടി. അതേ നിമിഷം തന്നെ യമുനയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവൾ നാളെ ഇതുപോലെ മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയാൽ അമ്മയ്ക്കും എനിക്കത് സഹിക്കാനാവൂ. ഭാര്യ മരിച്ചിട്ടും മറ്റൊരു വിവാഹം കഴിക്കാതെ അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് എൻ്റെ ഉള്ളം നേറി. മാറിക്കൊടുക്കേണ്ടത് ഞാനാണ്. തെറ്റ് എൻ്റേതായിരുന്നു. ഞാനാണല്ലോ ആ പാവത്തിനെതിലേക്ക് വലിച്ചിട്ടത്. വേണ്ടായിരുന്നു ഒന്നും. മുന്നിൽ കരഞ്ഞു വീങ്ങിയ കണ്ണുകളുമായി എൻ്റെ മറുപടിക്കായി എന്നെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന പെണ്ണിൻ്റെ മുഖം ഹൃദയത്തെ കീറി മുറിച്ചു. വിനയ മോളെ, ഏടൻ്റെ കുട്ടിക്ക് അച്ഛന് ഒരുപാട് ഇഷ്ടമല്ലേ? അച്ഛനും മോള് മാത്രമേ ഉള്ളൂ. നിന്നെ ഞാനിപ്പോൾ കൂടെ കൊണ്ടുപോയാൽ അച്ഛൻ പറഞ്ഞ പോലെ വല്ലതും ചെയ്തു കളഞ്ഞാലോ? അപ്പൻ്റെ മോൾക്ക് ഈ ജന്മസ്വസ്ഥയോടെ എൻ്റെ ഒപ്പം കഴിയാൻ പറ്റൂടാ. നിറഞ്ഞ കണ്ണുകളോട് അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പഠിത്തം കഴിയാൻ ഇനി 1 വർഷം കൂടിയില്ലേ? അപ്പോഴേക്കും മോള് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒക്കെ മറക്കണം. ഞാനും മറക്കും. ഇനിയൊന്നും വേണ്ട. നിന്നെ വേണ്ടായിട്ടല്ല, ഒത്തിരി ഇഷ്ടമായോണ്ടാ. എല്ലാം കേട്ട് തരിച്ചിരിക്കുന്നവൾ ഒരു നിമിഷം നോക്കി നടന്നകന്നു. ഇനിയും ആ മുഖം കണ്ടുകൊണ്ടിരുന്നാൽ എല്ലാം മറന്ന് ഞാനും സ്വാർത്ഥത കാണിച്ചാലോ എന്ന് ഭയന്നു തിരിഞ്ഞു നോക്കാതെ നടന്നകന്നു. അവിടെ അവസാനിച്ചു.
ഒരിക്കലും പിന്നെ ഞാൻ അവളെ പരസ്പരം കോണ്ടാക്ട് ചെയ്തില്ല. അമ്മ പിന്നെയും വിവാഹക്കാര്യം പറഞ്ഞ് പിറകെ കൂടിയപ്പോൾ സമ്മതം അറിയിച്ചു. ആഗ്രഹിച്ചോ മോഹിച്ചോ ഒന്നും കിട്ടിയില്ല. ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണം. അതുകൊണ്ട് അഭിപ്രായങ്ങളില്ലായിരുന്നു. അമ്മ കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടി. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. കൂടാതെ ഒരു ജീവകാരുണ്യ പ്രവർത്തകയും. എന്നെ പോലെ തന്നെ ലളിതമായ സങ്കല്പങ്ങളായിരുന്നു അമ്മയ്ക്കും. അമ്മ എനിക്ക് കണ്ടുപിടിക്കുന്നു അങ്ങനെ ഒരാളെയാവുമെന്ന് കരുതി. പെട്ടെന്ന് സാധിക്കില്ലെങ്കിലും എന്നെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടിയെ നിരാശപ്പെടുത്തരുതെന്ന് ഞാൻ തീരുമാനിച്ചു. അമ്മ ഒരിക്കലും വിദ്യയെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്ന ഞാൻ കരുതിയില്ല. വിദ്യ അതിസമ്പന്നരായ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റമകൾ. കോളേജിൽ വെച്ച് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട കുട്ടിയാണ് വിദ്യ. അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു. വെറുതെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും ഏത് ക്ലാസ് ആണെന്ന് അറിയാൻ വേണ്ടി. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണെന്ന് അറിയുകയും ഒരുമിച്ച് ക്ലാസ്സിൽ പോവുകയും ചെയ്തു. ആര് കണ്ടാലും ഒരിക്കൽ കൂടി നോക്കി പോകുന്ന വശ്യമായ സൗന്ദര്യം. ഞാനും നോക്കി നിന്നിട്ടുണ്ട്. മാന്യമായ സംസാരവും പെരുമാറ്റവും അവളെന്നെ വല്ലാതെ ആകർഷിച്ച നല്ലൊരു സുഹൃത്തായിരുന്നു. പക്ഷെ അവളെക്കുറിച്ചുള്ള കഥകൾ അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പതിയെ അവളിൽ നിന്ന് അകന്നത്. എൻ്റെ റൂംമേറ്റ് അരുണുമായി അവൾ സൗഹൃദത്തിലായിരുന്നു. പക്ഷെ അത് വെറുമൊരു സൗഹൃദമായിരുന്നില്ല. രാത്രി ഏറെ നീണ്ട ഫോൺ വിളികളും മറ്റും ഉണ്ടായിരുന്നു. ആ ഫോൺ വിളികളിലൂടെ അവർ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാമായിരുന്നു. അവൻ പലപ്പോഴും ഫോൺ സ്പീക്കറിലിട്ട് ഞങ്ങളെ കേൾപ്പിക്കും. ആ ഫോൺ സംഭാഷണങ്ങളിലൂടെയാണ് അവർ തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് മനസ്സിലായത്. അവന് മാത്രമല്ല മറ്റു പലരെ അവൾ ഇത്തരത്തിൽ ഫോൺ വിളിക്കുന്നുണ്ടെന്ന് അവൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഒരിക്കൽ കോളേജ് വിട്ട് അരുൺ വിദ്യയുടെ കാറിൽ കയറി പോകുന്ന കണ്ടു. അന്ന് അവൻ ഹോസ്റ്റലിലേക്ക് വന്നില്ല. പിറ്റേന്നാണ് അവൻ പറഞ്ഞത്. അവൻ അവളുടെ കൂടെ അവിടെ വീട്ടിലായിരുന്നു. അവിടെ അച്ഛനും അമ്മയും ബിസിനസ് ടൂറായിരുന്നു അത്രേ. ഒരു രാത്രി മുഴുവൻ അവരൊരുമിച്ച് ഉണ്ടായിരുന്നു എന്ന്. പ്രണയമാണോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വിചിത്രമായിരുന്നു. ഞാൻ പ്രണയിച്ചാലും അവൾക്കൊരിക്കലും എന്നെ പ്രണയിക്കാൻ കഴിയില്ല. അവളുടെ കോണ്ടാക്റ്റുള്ള ഒരുപാട് ആണുങ്ങൾ ഒരുത്തം മാത്രം ഞാൻ. അവൾക്കൊക്കെ ഒരേ സമയത്ത് പലരുമായിട്ട് ബന്ധമുണ്ട്. ഞാനൊക്കെ വെറും ടൈം പാസ് മാത്രം. അവളിൽ നിന്ന് അകലാൻ അതുമാത്രമല്ല കാരണം. പണക്കൊഴുപ്പിൻ്റെ പുറത്ത് അവൾക്ക് അധ്യാപകരെ പോലും ബഹുമാനമില്ലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ തന്നെ ഒരു അധ്യാപകനോട് വളരെ മോശമായി സംസാരിക്കുകയും അയാൾ അപമാനിക്കുകയും ചെയ്തു. അവളുടെ പപ്പ കോളേജിൽ വന്നിരുന്നു ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ. അവൾ കാരണം നാണം കെട്ട് തലതാഴ്ത്തി നടന്നു പോകുന്ന ആ മനുഷ്യൻ്റെ മുഖം ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട്. അത് ആദ്യത്തെ സംഭവമൊന്നും ആയിരുന്നില്ല. വീണ്ടും ഒരുപാട് തവണ അവൾ കാരണം അയാൾ കോളേജിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളെല്ലാം എൻ്റെ അമ്മയെപ്പോലുള്ള സ്ത്രീകളായിരുന്നു. ഇവളെപ്പോലുള്ള പണത്തിൻ്റെ അഹങ്കാരത്തിൽ തലതിരിച്ച് നടക്കുന്നവൾ എനിക്കൊരു ഫ്രണ്ടായി പോലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളിൽ നിന്നും പതിയെ ഞാൻ അകന്നു. അവൾ പലപ്പോഴും മിണ്ടാൻ വന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല. അവളാണ് ഇന്ന് എൻ്റെ ഭാര്യയായി എൻ്റെ താലിയണിഞ്ഞ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഞാനെന്ന മനുഷ്യൻ്റെ വലിയ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമ്മ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എന്നോട് അവളെ പോയി കണ്ട് സംസാരിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ കേട്ടില്ല. അമ്മ കണ്ട പെൺകുട്ടിയല്ലേ, എനിക്കൊന്നും സംസാരിക്കാനെന്ന് പറഞ്ഞു. കാരണം അപ്പോഴത്തെ മാനസികാവസ്ഥ അതുപോലെയായിരുന്നു. പക്ഷെ അതൊരു വലിയ അബദ്ധമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് വിദ്യയാണ് വധു എന്ന്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനിയൊന്നും ചെയ്യാനില്ലാത്ത വിധം ഞാൻ പെട്ടുപോയി. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നു അവളോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ലെന്ന്. കാരണം ഞാൻ അവളെ മുന്നേ പോയി കണ്ട് സംസാരിച്ച് ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മെല്ലെ വേർപിരിയണം. പെട്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് വിഷമമാവും. പതിയെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ അമ്മ അറിയാതെ മുന്നോട്ട് പോകണം. അവളെപ്പോലെ ഒരുത്തി ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ അവൾക്കും ഒരിക്കലും എന്നെപ്പോലെ ഒരുത്തിൽ മാത്രം ഒതുങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിവോഴ്സിന് അവൾക്ക് എതിർപ്പുണ്ടാവില്ല. എന്നെപ്പോലൊരു സാധാരണക്കാരനെ അവൾ വിവാഹം കഴിപ്പിച്ചെന്ന് ഒരുപക്ഷെ അവളെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചാൽ നല്ല കുടുംബത്തിൽ നിന്നൊരു ബന്ധം കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാവും. അവളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ആയിരിക്കും അവർ വിവാഹം നടത്തിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഭാരിച്ച ചിന്തകളും നിഗമനങ്ങളുമായി അവൻ ആ രാത്രി ടെറസിൽ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് പുലർച്ചെ തന്നെ എണീറ്റ് റൂമിലേക്ക് പോയി. അവൾ കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നേരങ്ങൾക്ക് ഇനിയും സമയമേറെ ബാക്കിയാണ്. അവളുടെ അടുത്ത് കിടക്കാൻ എന്തുകൊണ്ടോ മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ സോഫയിലാണ് കിടന്ന്. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. കണ്ണു തുറന്നു കണ്ടത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയുണക്കുന്ന അവളെയാണ്. ജീൻസും ഷർട്ടുമാണ് വേഷം. അമ്മ യാമിക്ക് പോലും ഇത്തരം വേഷങ്ങളൊന്നും വാങ്ങിക്കൊടുത്ത് കണ്ടിട്ടില്ല. ഇവളീ പോക്കാണെങ്കിൽ ഇവളെ ഒഴിവാക്കാൻ ഞാനൊന്നും ചെയ്യേണ്ടി വരില്ല. അമ്മ തന്നെ ഒഴിവാക്കിക്കോളും. ഗുഡ് മോർണിംഗ് യദു. ഒരു നിമിഷം ഞാൻ അതിശയിച്ചു പോയി. ഇന്നലെ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്ക് എങ്ങനെയാണ് ഇന്ന് എന്നോട് ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയാൻ തോന്നിയത്? യാ മോർണിംഗ്. വിദ്യ താഴേക്ക് വന്നിക്കുകയാണോ? എനിക്കൊരു നിമിഷം വെയിറ്റ് ചെയ്യും. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. ഇന്നലെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നോട് മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നു. താൻ ക്ഷമിക്കണം. തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് വിദ്യ. തന്നെ പോലെ ഒരു പെൺകുട്ടിയായിട്ട് ഒരു വിവാഹ ജീവിതം മുന്നോട്ടുകൊണ്ടുപോകാൻ എനിക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. എൻ്റെ സങ്കല്പങ്ങളിലും വിദൂരതയിൽ പോലും തന്നെ പോലെ ഒരാളില്ല. അമ്മ തിരഞ്ഞെടുക്കുന്ന ഏതൊരു പെൺകുട്ടിയെയും വിവാഹം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ താനുമായിട്ട് ഒരിക്കലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചോദിക്കരുത്, പേഴ്സണലാണ്. തുറന്നു പറയാൻ എനിക്ക് താല്പര്യമില്ല. തന്നെ പറ്റിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താൻ പറയുന്ന ഏത് കാര്യത്തിനും ഞാൻ തയ്യാറാണ്. പക്ഷെ അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാവകാശം ആവശ്യമാണ്.
അതിനുശേഷം വ്യക്തമായ ധാരണയോടെ നമുക്ക് പിരിയാം. തനിക്കും അതുതന്നെയായിരിക്കും താല്പര്യം. ഇന്നലെ എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യദുവിനെ ഒരിക്കലും ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പിരിയുന്നത് തന്നെയാണ് നല്ലത്. അതുവരെ അമ്മയെ അറിയിക്കാതിരിക്കാൻ ഞാനും സഹകരിക്കാൻ. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവളെ അമ്മയും കാണാനില്ലായിരുന്നു. യാമി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. യാമി, അമ്മയുടെ അമ്മയായിരുന്നു കരുണയിൽ പോയി. അമ്മയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കരുണ. ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം ഒരുക്കുന്ന ഒരിടം. വിദ്യ എന്തിനാ അമ്മയുടെ കൂടെ പോയത്? യാമിയോട് ചോദിക്കുമ്പോൾ പണ്ടെന്നോ ഭിക്ഷ ചോദിച്ചു വന്ന ഒരു യുവതിയെ പിടിച്ചെള്ളിയിരുന്ന വിദ്യയുടെ ചിത്രമായിരുന്നു മനസ്സിൽ. അയ്യേ, എന്ത് പൊട്ട ചോദ്യമായിട്ടാ ഇത്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് കരുണയിലുള്ളവരുടെ സ്പോൺസറെ അടുത്തിയല്ലേ? ഞാനാകെ ഷോക്കായി പോയി. ഞാൻ അറിയുന്ന വിദ്യ ഇങ്ങനെയല്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് താൻ കണ്ടത് ഞാൻ അറിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തയായിട്ടുള്ളൊരു വിദ്യയായിരുന്നു. പണത്തിൻ്റെ യാതൊരു അഹങ്കാരവുമില്ലാത്ത അമ്മയെ അനുസരിക്കുന്ന മരുമകൾ. യാമിക്ക് നല്ലൊരു കൂട്ടുകാരി. അവളൊരു സാരി കൂടി എടുത്താൽ എൻ്റെ അമ്മ തന്നെ. പക്ഷേ ഇതെല്ലാം അവളുടെ അഭിനയമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവളോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്ത്. ഒരു നാൾ കോളേജിൽ പോകാനിറങ്ങിയ യാമിയെ കണ്ട് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവളും വിദ്യയെപ്പോലെ തന്നെ ഒരു ജീൻസും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. യാമി, എന്ത് വേഷ ഇത്? എങ്ങനെയാണോ നീ പോകുന്നത്? എവിടുന്ന് കിട്ടി നിനക്കിത്? ഏട്ടാ, എടുത്തി വാങ്ങി തന്നാ? ആര് തന്നാലും വേണ്ടില്ല, മര്യാദക്ക് മാറ്റിയിട്ട് പോയാൽ മതി. ഞാനിതൊക്കെ പറഞ്ഞിട്ടും വിദ്യ ഒരു ചെറു ചിരിയോടെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഉള്ളിലേക്ക് പോകാൻ നിന്ന യാമിയെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അമ്മ തടഞ്ഞു. യാമി, നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടി ഇങ്ങനെ തന്നെ പൊക്കോ, ഇനി മാറ്റണ്ട, ബസ് പോവും. കേട്ടുടനെ യാമി പോയി. അമ്മ എങ്ങനെ പറയുന്ന ഞാൻ കരുതിയല്ല. അമ്മ ഇതെന്ത് പണിയെ കാട്ടിയേ? യാമി അങ്ങനത്തെ ഒന്നും ഇടാറില്ലല്ലോ. ഇവള് പറഞ്ഞിട്ടാവും അവളതിട്ട്. ഞാൻ വിദ്യയെ ദേഷ്യത്തിൽ നോക്കി. പക്ഷെ അവൾക്ക് അപ്പോഴും യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. യദു, യാമിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? അവൾ ഇതുവരെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് ശരിയാണ്. കാരണം ഞാനോ നീയാണ് അവൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാറ്. നമ്മൾ കൊടുക്കുന്ന എന്ത് അവൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് അവളുടെ നല്ല മനസ്സ്. പക്ഷെ ഇന്നുവരെ ഞാനോ നീ അവളുടെ ഇഷ്ടം ചോദിച്ചിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട അവൾ സ്വീകരിച്ചപ്പോൾ അവൾക്ക് മറ്റു ഇഷ്ടങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ വിട്ടുപോയി. അതെനിക്ക് മനസ്സിലാവാൻ വിദ്യമോള് വേണ്ടി വന്നു. അമ്മ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി. പക്ഷേ വീണ്ടും വിദ്യ അംഗീകരിച്ചു കൊടുക്കാനൊരു മടി. അന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അമ്മയുടെ മടിയിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന യാമിയാണ് കണ്ടത്. ഇവൾക്ക് എന്തു പറ്റി അമ്മ? മോളോട് ബസ്സിൽ വെച്ച് ഒരുത്ത മോശമായിട്ട് പെരുമാറിയെന്ന്. അത് കേട്ടത് എനിക്കാകെ ദേഷ്യം വന്നു. ഞാൻ വിദ്യയെ നോക്കി. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും യാമിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ ചുമ്മാ നോക്കിയിരിക്കുകയാണ് അവൾ. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അവൾ ഇന്നോളം കാണിച്ചല്ല അഭിനയം തന്നെ. ഓരോ കോലം കെട്ടി പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു. എനിക്ക് അറിഞ്ഞിട്ടെന്താ കാര്യം? നാളെ മുതൽ ബസ്സിന് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. എനിക്ക് പറ്റാത്തപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് പോന്നാൽ മതി. അത്രയും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോകുമ്പോഴാണ് വിദ്യയുടെ ചോദ്യം കേട്ടത്. യാമി, നിന്നെ ബസ്സിൽ വെച്ച് അപമാനിച്ചതിനെ നീ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അയാൾ എന്നും ബസ്സിലുണ്ടാവുന്ന ആളെ എടുത്തി. ഇതിനുമുമ്പ് അയാൾ നിന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? അയാൾ എപ്പോഴും ഒരു വൃത്തിയായിട്ട് നോട്ടം നോക്കും. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ല ചേച്ചി. ഞാൻ അയാളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഒട്ടും പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്ന്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് കരച്ചിൽ വന്നിരുന്നു. ഓക്കെ. അയാൾ നിന്നെ തൊട്ടപ്പോൾ നീ കൈ തട്ടി മാറ്റിയോ? ഇല്ല, ഞാനാകെ പേടിച്ചു പോയി. പെട്ടെന്ന് ഫ്രീസായിപ്പോയി. എന്നിട്ടോ പേടി മാറിയപ്പോൾ നീ കണ്ടക്ടറോട് പറഞ്ഞു? അത് അയാളോട് ചോദിച്ചോ നിന്റെ ദേഹത്തോട്ട് എന്തിനാണെന്ന്? ഇല്ല അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നീ ഒരു ചെറുവിരൽ കൊണ്ടുപോലും അയാളെ തടഞ്ഞില്ല. കാരണം നിനക്ക് പരാതി പറയാൻ ഏട്ടനുണ്ടല്ലോ അല്ലേ? ഏട്ടൻ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ എല്ലാം സോൾവ് ചെയ്തില്ലേ അല്ലേ? പിന്നെ നീ എന്തിനു പ്രതികരിക്കണം? ബസ്സിൽ പ്രോബ്ലം വന്നപ്പോൾ ഓട്ടോയിൽ പൊക്കോളാൻ പറഞ്ഞു. ഇനി ഓട്ടോക്കാരെന്തെങ്കിലും ചെയ്താ അറിയില്ല അല്ലേ? എന്നാൽ കേട്ടോ, ഈ ഏട്ടനും അമ്മയൊന്നും എപ്പോഴും നിന്റെ ഒപ്പം കാണില്ല. നിന്റെ ശരീരം നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നീ തന്നെ സംരക്ഷിക്കണം. നിനക്ക് വേണ്ടി ചോദിക്കാൻ ആരും വരില്ല. അമ്മയും ഏട്ടനും ആരും കാണില്ല. നീ ഒറ്റക്കാവും. യാമിയോട് വല്ലാത്തൊരു ഭാഗത്തോട് അവൾ അത്രയും പറഞ്ഞ് യദുവിന് നേരെ തിരിഞ്ഞു. നീ ശരിക്കും അവളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ വൃത്തികെട്ടൻ്റെ മുഖത്ത് ഇവളെ കൊണ്ട് തന്നെ 2 കൊടുപ്പിക്കാനൊന്നും വേണ്ടത്. പക്ഷേ കുറ്റം ഇവളുടെ ഡ്രസ്സായിരുന്നല്ലോ അല്ലേ? നിന്നെ ഈ ടീച്ചർമ്മേനെയാണ് യദു വളർത്തിയത്. സത്യത്തിൽ നിന്നോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അത്രയും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. യാമി അവിടെ റൂമിലേക്ക് പോയി. ഹാളിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ തലയും താങ്ങി അവിടെ ഇരുന്നു. അമ്മ അടുത്തു വന്നിരുന്നു. തലയിൽ മെല്ലെ തലോടി. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ അമ്മേ? ശരിക്കും ഞാൻ അവരെ വിദ്യയോട് തോന്നിയ ദേഷ്യം ഇവിടെ കാണിച്ചതാ. എൻ്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നു അല്ലേ? ഒരു മറുപടിക്കായി അമ്മയെ നോക്കി. സാരമില്ല, പോട്ടെ. നീ സ്വയം ചിന്തിച്ച് കണ്ടെത്തിയതിൻ്റെ ഉത്തരം. പിന്നെ വിദ്യമോളോട് നിനക്കെന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്ക് മുമ്പേ തോന്നിയിട്ടുണ്ട്. അവൾ ഈ കാണുന്നൊന്നും അല്ലടാ. ആരും ഇതുവരെ മനസ്സിലാക്കാത്തൊരു വിദ്യയുണ്ട് അവൾക്കുള്ളിൽ. എന്നെങ്കിലും അവളായി തന്നെ എല്ലാം നിന്നോട് പറയും. ഇനി ഇതുപോലൊന്നും ഉണ്ടാവരുത്. അമ്മ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് മുമ്പേ തന്നെ മനസ്സിലായിരുന്നു. ഇനിയും ഇങ്ങനെ ഒരു സംശയങ്ങളായി കഴിയുന്നതിൽ അർത്ഥമില്ല. എല്ലാത്തിനും ഒരു വ്യക്തത വേണം. അതിനുശേഷം അവളെ കേൾക്കണം.
സുഹൃത്ത് കിരണിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഫോണിൽ കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തു. അളിയാ യദു, എത്ര നാളായിട്ട് കണ്ടിട്ട്. നീ പെട്ടെന്ന് വിളിച്ച് വരാൻ പറയുമ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി പോയി. നീ ഞങ്ങളാരെയും വിളിക്കാതെ കല്യാണമൊക്കെ കഴിച്ചു അല്ലെ കള്ള. അരുൺ യാദവിന്റെ വയറിൽ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. പെട്ടെന്നുള്ള മാരേജ് ആയിരുന്നടാ. പിന്നെ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. വൈഫിൻ്റെ എൻ്റെ ഫാമിലി മാത്രം. നിനക്കറിയാലോ അമ്മയ്ക്ക് ആർഭാടൊന്നും ഇഷ്ടമല്ലെന്ന്. നീ പറ, എങ്ങനെ പോകുന്നു നിന്റെ ജോബും ഫാമിലിയൊക്കെ? ഒക്കെ നന്നായിട്ട് പോകുന്നടാ. വൈഫ് വർഷ, മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ആളിപ്പോൾ പ്രഗ്നൻ്റാ. ഓ കൺഗ്രാറ്റ്സ് ഡിയർ. നീ ഇപ്പോൾ നമ്മുടെ ആ പഴയ വിദ്യയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എന്താണ് മോനെ ഇത്? ഒന്ന് കെട്ടിക്കഴിഞ്ഞപ്പോഴാണോ നിനക്കിതൊക്കെ ഓർമ്മ വന്നേ? അവളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോടാ? ഞങ്ങളിപ്പോഴും രഹസ്യമായിട്ട് കൂടാറൊക്കെ ഉണ്ട്. അവളൊരു 1.5 മുതലല്ലേ. നിങ്ങളൊക്കെ വലിയ ടീംസ് അല്ലേ. അവളെങ്ങനെയാ നമ്മളിപ്പോൾ ആ പാവങ്ങൾക്കൊക്കെ കിട്ടുമോ? അളിയാ യദു, നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ. നീ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ അവളോട് പറയാം. നീ സുന്ദരനല്ലേ. അവൾക്കല്ലെങ്കിലും നിന്നെ പോലെ തൊലികൊളുത്തന്മാരുടെ കമ്പം. നീ എന്തായാലും സെറ്റായി വിളി. പിന്നെ നിനക്ക് എൻ്റെ വൈഫിനെ കണ്ടേ? ഞങ്ങളുടെ യുവാ ഫോട്ടോ. അവൻ ഫോൺ കിരണിന് നേരെ നീട്ടി. ആ ചിത്രം കണ്ടപ്പോൾ അരുണിന്റെ ഉള്ളംകാൽ മുതൽ ഒരു തരിപ്പ് കയറി. ആ AC റൂമിലും അവൻ വല്ലാതെ വിയർത്തു. യദുവിനെ നോക്കാൻ കഴിയാതെ അവന്റെ മുഖം താഴ്ന്നു. അവന്റെ ഓരോ ഭാവം സൂക്ഷ്മതയോടെ വീക്ഷിക്കായിരുന്നു യദു. ഇനി പറകിരൺ സത്യം, അതാണ് എനിക്കറിയേണ്ടത്. എൻ്റെ ഭാര്യ വിദ്യ നിനക്ക് പാവിരിക്കാറുണ്ടോ? എല്ലാം എനിക്കറിയണം. നിന്റെ മറുപടി തീരുമാനിക്കും അവളുടെ കഴുത്തിലെ താലിയുടെ ആയുസ്. നുണ, വെറും നുണയായിരുന്നു എല്ലാം. പ്രണയം നിരസിച്ചവളോട് തോന്നിയ ദേഷ്യം, അവളെപ്പറ്റി കഥകൾ മെനഞ്ഞപ്പോൾ കേൾവിക്കാർ ഒരുപാടായിരുന്നു. വല്ലപ്പോഴും അവൾ എനിക്ക് കാറിൽ ലിഫ്റ്റ് തന്നപ്പോൾ കഥകൾ ഞാൻ കൂടുതൽ കൊഴുപ്പിച്ചു. എന്നെ ഫോണിൽ വിളിച്ചിരുന്ന നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ സ്ത്രീകളുടെ ശബ്ദം നന്നായിട്ട് അനുകരിക്കും. ആദ്യം ചുമ്മാ ഒരു നുണ പറഞ്ഞെങ്കിലും അത് നിലനിർത്തിയത് നിന്നോട് അവൾ അടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നിന്നോടുള്ള സൗഹൃദം കാരണം അവൾ എന്നെ റിജക്റ്റ് ചെയ്ത് നീ അറിഞ്ഞ. ഹോസ്റ്റലിൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ? എല്ലാം പറഞ്ഞ് അവൻ്റെ മുമ്പിൽ തലാഴ്ത്തിരിക്കുന്നവനെ നോക്കിയതു. നീ ഉൾപ്പെടെ പലരുടെയും വായിൽ നിന്ന് കേട്ട കുറേ നുണക്കഥകൾ കൊണ്ട് കെട്ടിപ്പടുത്ത വിദ്യയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അവളെൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ധാരണകൾ ഓരോന്നായി തെറ്റാൻ തുടങ്ങി. അപ്പോൾ തോന്നിയതാ എല്ലാം അറിയണമെന്ന്. അവളെപ്പറ്റി നീ ഈ നിമിഷം വരെ പറഞ്ഞ നുണകളല്ലാതെ നിനക്ക് മറ്റെന്തെങ്കിലും അറിയോ അവളെപ്പറ്റി? സ്വന്തം ഭാര്യയെപ്പറ്റി നാട്ടുകാരോട് ചോദിക്കാൻ നടക്കുന്നു. എന്തൊരു ദുരന്താണല്ലേ ഞാൻ. ഇനി അവളുടെ മുമ്പിൽ പോകുമ്പോൾ എൻ്റെ എല്ലാ തെറ്റിദ്ധാരണയും തിരുത്തണം. നിനക്ക് പറ്റുമോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ? വെറുതെ കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ ഒരു പെൺകുട്ടിയെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഞാൻ ഒരിക്കലും അതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് ഓർത്തില്ല. യദു, നിന്നെ മുഖത്ത് നോക്കാൻ പോലും ഞാനിപ്പോൾ അർഹനല്ല. പക്ഷേ നിന്നെ സഹായിക്കാൻ എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ചെയ്യും. നീ അകൽച്ച കാണിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് കോളേജിൽ ആകെ കൂട്ടുണ്ടായിരുന്ന സനയോടാ. സനയുടെ ഹസ്ബൻഡിനെ ഞാൻ അറിയും. നമുക്ക് അവളെ നേരിട്ട് പോയി കാണാം. അവൾ നീ ഉൾപ്പെടെ ആരും മനസ്സിലാക്കിയിട്ടില്ല യാതോ. എനിക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല. അവളിട്ടും ഓപ്പൺ ആയിരുന്നില്ല. പക്ഷെ അവൾക്കെല്ലാം അറിയാമായിരുന്നു. കോളേജിൽ അവളെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകളും പല പ്രശ്നങ്ങളിലും ന്യായം അവളുടെ ഭാഗത്തായിട്ടും അവൾക്കാണ് പണിഷ്മെന്റ് കിട്ടിയത്. അതൊന്നും തിരുത്താനോ വാദിച്ച് ജയിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. നൂറ, അന്ന് ഗോപാൽ സാറിനോട് ഒരു ആവശ്യമില്ലാതെ അവൾ തട്ടിക്കയറിയിരുന്നു. സാറിനെ പോടാന്ന് പറഞ്ഞ എന്തിനായിരുന്നു? ഞാൻ കാരണം ചെയ്തു. തലേന്ന് സ്റ്റാഫ് റൂമിൽ നോട്ട്സ് വെക്കാൻ പോയപ്പോൾ അയാൾ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഒരിക്കലും ഒരു അധ്യാപകൻ സ്റ്റുഡൻറ്റിനോട് പറയാൻ പാടില്ലാത്ത അയാളിനോട് പറഞ്ഞ്. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. പേടിയായിരുന്നു. വെറുതെ ഇരുന്ന് കരഞ്ഞു, അത്രമാത്രം. പക്ഷെ അവൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ നിർബന്ധിച്ചു. പക്ഷെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് എൻ്റെ വീട്ടുകാരൻ്റെ പഠിത്തം നിർത്തുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. അയാളോടുള്ള അവളുടെ വെറുപ്പും പ്രതിഷേധവും അവൾ പ്രകടിപ്പിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അധ്യാപകനെ നിന്ദിച്ച ഒരു വിദ്യാർത്ഥിനിയായി എന്ന് മാത്രം. നൂറ് ഒരുപാട് സംസാരിച്ചു അവളെപ്പറ്റി. വിവാഹം കഴിഞ്ഞ മുതലുള്ള ഞങ്ങളുടെ ജീവിതവും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഏത് അവൾക്ക് നിന്നോട് എന്തൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉറപ്പായി. ഒരിക്കലും ഇല്ല നൂറ, ഇന്നുവരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതെ, പണ്ടൊരുത്തൻ ചുമ്മാ പോടി പുലിയെന്ന് പറയുന്നു. അവൻ്റെ തല തല്ലി പൊളിച്ച് അവൾ നീ അത്രയും വലിയ തെറി വിളിച്ചിട്ടും നിന്നെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ അവൾ നല്ലൊരു ബോക്സറാ. ഈശ്വര, ഒരു നിമിഷം എൻ്റെ കണ്ണു തള്ളിപ്പോയി. ഒന്നും പറ്റാഞ്ഞെൻ്റെ ഭാഗ്യം. ഏതു പിന്നെ അവൾ പാരൻസായിട്ട് ഒട്ടും അറ്റാച്ച്ഡ് അല്ലായിരുന്നു. അവരെക്കുറിച്ച് സംസാരിക്കുന്ന പോലും അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ശരിയാണ്, ഞാനും ശ്രദ്ധിച്ചിരുന്നു. അവൾ ഒരിക്കൽ പോലും അവരെ ഫോൺ ചെയ്യുന്ന പോലും കണ്ടിട്ടില്ല. ഇനി എനിക്ക് കേൾക്കേണ്ടത് അവളെയാണ്, വിദ്യാ യാദവിനെ, എൻ്റെ ഭാര്യയെ. അവളോടെല്ലാം തുറന്ന് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത്. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. ഏട്ടാ, നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, ഞാൻ പൊക്കോട്ടെ. ഏത് ഫ്രണ്ടിൻ്റെ? എന്തിനാ കുട്ടികളൊക്കെ ഇപ്പോഴേ കെട്ടിക്കുന്നത്? പഠിക്കേണ്ട ടൈമല്ലേ? അതിനിത് വീട്ടുകാരുടെ നിർബന്ധമല്ലല്ലോ. ലവ് മാരേജ് ഏട്ടാ. അന്ന് ഉത്സവത്തിന് ഇവിടെ വന്നു നിന്നില്ലേ വിനയ? അവളാ. കഴിക്കാനെടുത്തുള്ള പ്ലേറ്റിലേക്ക് തന്നെ വീണു. ലവ് മാരേജ് എന്ന് മാത്രം ചെവിയിൽ മുഴങ്ങി. വലിയ ലവ് സ്റ്റോറിയാണ് യാമി മോളെ, നീ പറ കേൾക്കട്ടെ. പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന യദുവിനെ നോക്കിയാണ് വിദ്യ അത് ചോദിച്ച്. എൻ്റെ ഏടത്തി, അവളുടെ കാര്യം ഭയങ്കര തമാശയാ. ഞങ്ങളുടെ സീനിയർ ചേട്ടനോടായിരുന്നു കോളേജിൽ അവളുടെ പ്രേമം.
ചേട്ടന് സപ്ലി കിട്ടിയപ്പോൾ അവൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ഇപ്പൊ കിട്ടുന്നൊരു ഡോക്ടറാ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കാണാൻ പോയി. അവിടുന്ന് പരിചയപ്പെട്ടതാ. ഇവളെ കാണാനാണെങ്കിൽ ഒരു ശാരീന സുന്ദരി, പക്ഷെ കയ്യിലിരിപ്പ് തനി കോഴിത്തരാ. ഇവള് കയറി അങ്ങനെയങ്ങ് പ്രേമിച്ചു. അയാൾ പാവം ആദ്യം നടത്തില്ല. ഇവളുടെ ഒടുക്കത്തെ നിഷ്കളങ്കതയും കണ്ണീരൊക്കെ കണ്ടപ്പോൾ ആള് ഫ്ലാറ്റ്. പിന്നെ ഇപ്പൊ തന്നെ കെട്ടിയില്ലെങ്കിൽ ചത്തുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ കല്യാണം. അവളൊരു സാധാ ഫാമിലിയിലാ, അച്ഛൻ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇച്ചിരി റിച്ചാ. അപ്പൊ അവൾക്കൊരു പേടി, ഡോക്ടറുടെ വീട്ടുകാർ നോ പറഞ്ഞ മൂപ്പര് കൈവിട്ട് പോകുമെന്ന്. എന്തായാലും ആള് പിടിക്കുക. കുറെ പേരെ തേച്ചെങ്കിൽ അവള് പുളിങ്ങുമ്പി തന്നെ പിടിച്ച്. ആഹാ, നിനക്ക് ഇത്രയും പിടിക്കായി കൂട്ടുകാരുണ്ടായിട്ട് അവളുടെ കല്യാണത്തിന് നീ തനിച്ചാണോ പോകുന്നേ? നമുക്ക് ഒരുമിച്ച് പോവാടാ, ഞാനും ഏട്ടനും വരാൻ നിന്റെ കൂടെ. സത്യാണ് എടുത്തി? പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? എല്ലാം കേട്ട് തലയും താഴ്ത്തി മുറിയിലേക്ക് പോണ യദുവിനെ നോക്കിയാണ് അവൾ അത് പറഞ്ഞത്. ജനാലയിലൂടെ പുറത്തേക്ക് വെറുതെ നോക്കി നിന്നു. പറ്റിക്കപ്പെട്ടിരിക്കുന്നു, അതും സമർത്ഥമായി തന്നെ. ഇന്നും വിദ്യയെ ആമിയോട് ലവ് സ്റ്റോറി ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതാവസാനം വരെ ഞാൻ കെട്ടിയാടിയ വിഡ്ഢിവേഷത്തെ പറ്റി അറിയാതെ പോയേനെ. എന്നും എൻ്റെ ഏകാന്തതകൾ അവളെ വിട്ടുകളഞ്ഞതിൻ്റെ നോവിലും കുറ്റബോധത്തിലും നീറുകയായിരുന്നു. എന്തിന്? എല്ലാം വെറുതെ. ഓർക്കുന്തോറും കണ്ണിൽ നീർ പൊടിഞ്ഞു. ദേഷ്യമോ വിഷമോ എന്നറിയാത്ത അവസ്ഥ. എന്തിനാ യദു ഈ സങ്കടം? നഷ്ടപ്പെട്ടതിനോർത്തോ അതോ പറ്റിക്കപ്പെട്ടതിനോർത്തോ? വിദ്യ അടുത്തായി വന്നു നിന്നു. നിനക്കെല്ലാം അറിയായിരുന്നല്ലേ? യെസ് യദു, ഞാൻ താലിക്കായിട്ട് ഒരാളുടെ മുമ്പിൽ തലവിനിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അറിയണ്ടേ അയാളെപ്പറ്റി? ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ പറ്റുമോ? തന്നെക്കുറിച്ച് A to Z അന്വേഷിച്ചിട്ട് തന്നെ കൂടെ കൂടിയത്. നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരിൽ നിന്നുള്ള വഞ്ചന, അത് നമ്മൾ അടിമുടി തളർത്തിക്കളയും. അറിയാം താനിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ഞാൻ നാളെ എന്തായാലും ആ മാരേജിന് പോകുന്നുണ്ട്. യദുവിന് വേണമെങ്കിൽ കൂടെ വരാം. ഞാൻ നിർബന്ധിക്കില്ല. നന്നായി ചിന്തിച്ചിട്ടൊരു തീരുമാനത്തിലെത്ത്. ഗുഡ് നൈറ്റ്. സ്റ്റേജിൽ വിവാഹവേഷത്തിൽ ഡോക്ടർ വിവേകിനൊപ്പം നിൽക്കുകയായിരുന്നു വിനയ. വേദിക്ക് നടുവിലൂടെ സ്റ്റേജിലേക്ക് നടന്നു വരുന്നവരെ കണ്ട് അവൾ വിളറിപ്പോയി. ഭയം കാരണം നിന്ന് വിയർക്കാൻ തുടങ്ങി. അവർ സ്റ്റേജിലേക്ക് കയറി അടുത്തേക്ക് വന്നു. തല താഴ്ന്നുപോയി. ഭയം കാരണം കയ്യും കാലും വിറക്കുന്നു. വിനയ, ഇതാണ് വിദ്യാ മാഡം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് യാദവ് സാർ. വിദ്യയെ മാത്രമേ വിനയ അറിയാത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അറിയും, അല്ലേ വിനയ? വിവേകിന്റെ ചോദ്യം അവളെ ഭയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. എല്ലാം ഈ നിമിഷം തകരാൻ പോകുന്നെന്ന തോന്നലിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വിനയന്റെ കൂടെയാ എൻ്റെ സിസ്റ്റർ യമുന പഠിക്കുന്നത്. ഇവരൊരിക്കൽ ഉത്സവത്തിന് വന്ന് വീട്ടിൽ നിന്നിട്ടൊക്കെ ഉണ്ട്. ഓ, അതെനിക്കറിയില്ലായിരുന്നു സാർ. എനിവേ, കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. വിദ്യ കയ്യിൽ കരുതിയ ഗിഫ്റ്റ് വിനയെ ഏൽപ്പിച്ചു. അവളെ ഒന്ന് പുറന്ന് ചെവിയിൽ പതിയെ പറഞ്ഞു. താങ്ക്സ്. എന്താണ് ചെയ്തു? പിന്നെ മാനത്തേക്ക് നോക്കിയിരുന്ന നിൽപ്പ്. നിന്റെ സംഗീതം ഇതുവരെ മാറിയില്ലേ? എന്നേക്കാൾ എന്തുകൊണ്ട് നല്ല വിവേക് തന്നെയാണ്. പക്ഷെ എന്തിനായിരുന്നു അവൾക്ക് ഞാൻ? നീ അവൾക്ക് കാശ് വല്ലതും കൊടുക്കാറുണ്ടോ? അങ്ങനെ വലിയ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. റീചാർജ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാനും മറ്റും ചെറിയ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അപ്പം കാര്യം സിമ്പിൾ. വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ അവൾ കണ്ടെത്തിയ വഴി 1-2 ബോയ് ഫ്രണ്ട്സ്. അതിൽ ബെറ്റർ ആയതിനെ അവൾ നേടുകയും ചെയ്തു. ഞാനൊരു പൊട്ടൻ അല്ലേ? യദുവിൻ്റെ ഈ മൂഡ് മാറ്റാൻ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. സമ്പന്നതയിൽ ജനിച്ചൊരു പെൺകുട്ടി. അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനും അടങ്ങുന്ന കുടുംബം. എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. ചെറിയച്ഛനും ചെറിയമ്മക്കും മക്കളില്ല. അവൾ മാത്രമാണ് ആ വീട്ടിലെല്ലാവർക്കും ലാളിക്കാനുള്ള ഒരേ ഒരു കുഞ്ഞ്. അവളങ്ങനെ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി. എന്തോ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയ രാത്രി ദേഹത്തെന്തോ ഭാരം തോന്നിയാണ് അവൾ ഉണർന്നത്. ഇരുട്ടിലൊന്നും കാണാനില്ലെങ്കിലും തന്നോട് ചേർന്ന് ആരുണ്ടെന്ന് മനസ്സിലായി. ഒച്ച വയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ വായ ആരോ പൊത്തിപ്പിടിച്ചു. ഒരു മൂളൽ പോലും പുറത്തു വരാത്തത്രയും ശക്തിയിൽ. ഭയം കാരണം കണ്ണുകൾ തുറിച്ചു വന്നു. കൈ രണ്ടും കട്ടിലിനോട് ചേർന്ന് ബന്ധിക്കപ്പെട്ടു. വായിൽ എന്തൊക്കെയോ തുണി കുത്തി നിറച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ആ 8 വയസ്സുകാരി ഇരുട്ടിൽ വിവസ്ത്രയാക്കപ്പെട്ടു. ശരീരത്തിലെ ഓരോ കോശങ്ങളും ഞെരിഞ്ഞമർന്നു. പല്ലും നഖുവായുള്ള ശരീരത്തിൽ ചോര പൊടിയിച്ചു. കാലുകൾക്കിടയിൽ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ബോധം മറഞ്ഞു. ബോധം മറയുന്നതിന് തൊട്ടുമുമ്പ് ആരോടെയും മിണ്ടിയാൽ കൊന്നുകളയുമെന്ന് മദ്യത്തിന്റെ രൂക്ഷഗന്ധത്തിൻ്റെ ഒപ്പം ചെവിയിൽ മുഴങ്ങിയ ആ ശബ്ദത്തെ അവൾ തിരിച്ചറിഞ്ഞു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. എല്ലാം സ്വപ്നമായിരുന്നോ എന്ന് തോന്നി. അല്ലെന്ന് മനസ്സിലായത് അമ്മയെ വിളിക്കാൻ ചുണ്ടനക്കിയപ്പോൾ തോന്നിയ അസഹ്യമായ വേദനയിലായിരുന്നു. ചുണ്ട് രണ്ടും പൊട്ടി വീങ്ങിയിരുന്നു. അവൾ കണ്ണു തുറന്നപ്പോൾ അമ്മ കണ്ണീരോട് അവൾ ഇറുകെ പുണർന്നു. ദേഹം മൊത്തം വേദന തോന്നി. എങ്കിലും അമ്മയെ മുറുക്കി പിടിച്ച് അവൾ അമ്മയോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, വാവേനെ ചെറിയച്ഛൻ. പറഞ്ഞു മുഴുമിക്കാൻ അനുവദിക്കാതെ അമ്മ അവളുടെ മുറിഞ്ഞ ചുണ്ടുകളെ കൈകൊണ്ട് മൂടി. റൂമിലേക്ക് വന്ന അച്ഛൻ അടുത്തിരുന്ന് തലോടി. വാവയ്ക്ക് ഒന്നുമില്ല കേട്ടോ. ചെറിയച്ഛൻ മോളെ വെറുതെ പേടിപ്പിച്ചല്ലേ. മോൾ ആരോടൊന്നും പറയണ്ട കേട്ടോ. അച്ഛൻ ചെറിയച്ഛനെ പറഞ്ഞു വിട്ടല്ലോ. മോളിതാരോടെങ്കിലും പറഞ്ഞ അച്ഛനും അമ്മയും മോളോട് മിണ്ടില്ല. തനിക്ക് എന്താണ് സംഭവിച്ചെന്നോ അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നോ അവൾക്കറിയില്ലായിരുന്നു. പിന്നെയും കടന്നുപോയി നാളുകൾ ഒരുപാട്. ശരീരത്തിൻ്റെ വേദനകളൊക്കെ മാറി.
പക്ഷേ പിന്നീട് ഒരു രാത്രി പോലും അവൾക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ആ 8 വയസ്സുകാരിയുടെ നിദ്രയെ അപഹരിച്ചു. പക്ഷെ വളർന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ സമൂഹം പെണ്ണിനെ ഏറ്റവും വിലപ്പെട്ടെന്ന് കരുതുന്നതാണ് അവൾക്ക് നഷ്ടപ്പെട്ടതെന്ന്. അവളോട് അച്ഛനും അമ്മയും ചെയ്താണ് ഏറ്റവും വലിയ നെറികേടെന്ന്. സ്വന്തം കുഞ്ഞിനെ അനിയൻ മദ്യലഹരിയിൽ പിച്ച് ചീന്തിയിട്ടും കുടുംബത്തിനുണ്ടായേക്കാവുന്ന ചീത്തപ്പേരിനെ ഭയന്ന് അനിയനെ വിദേശത്തേക്ക് അയച്ച മഹാനായ അച്ഛൻ. ഒരു പെണ്ണായിരുന്നിട്ടും തൻ്റെ മോൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും ഉയർത്താതിരുന്ന അമ്മ. അവൾ വളരുന്നതോടൊപ്പം അവരോടുള്ള വെറുപ്പും വളർന്നു. അവരുടെ മുഖം കാണുന്നത് പോലും അവൾ വെറുത്തു. അവൾ അവളിലേക്ക് മാത്രമായി ഒതുങ്ങി. സുഹൃത്തുക്കളില്ലാതെ, കളിച്ചിരികളില്ലാതെ 4 ചുമരുകൾക്കുള്ളിൽ അവളുടെ ബാല്യവും കൗമാരവും. +2 പഠിക്കുമ്പോൾ ഒരു മാസികയിലാണ് അവൾ കരുണയെക്കുറിച്ച് അറിയുന്നത്. അവിടെ അവൾ കണ്ടു തന്നെക്കാളും ചെറുപ്പത്തിലെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ കുറേ ജീവിതങ്ങൾ. അവിടുന്ന് അവൾക്ക് കിട്ടിയ കൂട്ടാണ് ടീച്ചറമ്മ. തൻ്റെ ഇന്നോളമുള്ള ജീവിതം ടീച്ചറമ്മക്ക് മുമ്പിൽ തുറന്നു. അവരവളെ മാറ്റിയെടുത്തു. എല്ലാവരോടും സംസാരിക്കാൻ പഠിപ്പിച്ചു. നിറമുള്ള സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും ഒരുപാട് വായിക്കാനും പഠിപ്പിച്ചു. ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു തന്നു. അമ്മയുടെ വാത്സല്യവും കൂട്ടുകാരുടെ തണലും അങ്ങനെ ഇതുവരെ അറിയാത്ത എല്ലാ സ്നേഹവും ടീച്ചറമ്മയിലൂടെ കിട്ടി. അമ്മ എപ്പോഴും വാദോരാ സംസാരിക്കുന്നത് മക്കളായ യാമിയെയും യദുവിനെയും പറ്റിയാവും. ഞാനും ടീച്ചറുടെ മോനും ഒരേ കോളേജിലാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി. ആദ്യ ദിവസം തന്നെ ആളെ കണ്ടപ്പോൾ മുമ്പേ പരിചയമുള്ള ഒരാൾ കണ്ട പോലെ തോന്നി. പക്ഷേ ആ സൗഹൃദം അകന്നുപോയി. മോനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അമ്മയാ പറഞ്ഞ്, നിന്റേതല്ലാത്ത കാരണത്താൽ നിന്നെ വിട്ടുപോയിട്ട് പിറകെ പോയി ഒന്നും തിരുത്താൻ നിൽക്കണ്ട. എന്നെങ്കിലും സ്വയം മനസ്സിലാക്കി വരുന്നതിൽ നിനക്ക് തോന്നുന്നത് ചെയ്തോ എന്ന്. കുറേ വർഷം എടുത്തുമല്ലേ യദു? സന വിളിച്ചിരുന്നു എന്നെ. ഇപ്പം എന്തു തോന്നുന്നു യദു? വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? താൻ പറഞ്ഞ ഡിവോഴ്സിന് സ്ട്രോങ് ആയ റീസൺ കൂടി ഇപ്പോഴും ഉണ്ടല്ലോ. ഐ എം നോട്ട് വെർജിൻ. സോ എന്താണ് തീരുമാനം? ഇനിയും തുടരണോ ഈ നാടകം? അവൻ ആ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കണ്ടിട്ടും മതിവരാത്ത പോലെ. അവൾ ചോദിച്ചൊന്നും അവൻ കേട്ടില്ല. ചെവിയിലൊരു 8 വയസ്സുകാരിയുടെ തേങ്ങലുകൾ മാത്രം. ഒന്ന് കണ്ണ് നിറക്ക് കൂടി ചെയ്യാതെ പുറത്തിരുട്ടിലേക്ക് മിഴിനട്ട് നിൽക്കുന്നവളെ അവൻ പുറകിൽ നിന്ന് ഇറുകെ പുണർന്നു. അവളെ തിരിച്ചു നിർത്തി നെറുകയിൽ അമർത്തി ചുംബിച്ചു. പ്രണയമോ കാമമോ ഒന്നും ആയിരുന്നില്ല അവളെന്ന പെണ്ണിനോടുള്ള വാത്സല്യവും ബഹുമാനവും. വിദ്യ, നിന്നോട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. പ്രണയമല്ല, എന്തോ നിന്നെ ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ തോന്നുന്നു. അമ്മയോടെന്ന പോലെ ബഹുമാനം തോന്നുക. അവളൊന്നും മിണ്ടിയില്ല. ആ കരവലയത്തിൽ ഒതുങ്ങി ആ സംരക്ഷണം ആസ്വദിച്ച് അങ്ങനെ നിന്നു. സുഖകരമായ മൗനം. വിദ്യ, ഇപ്പം ആ ചെറ്റ് എവിടെയുണ്ട്? അവൻ്റെ കൈകളെ പതിയെ വിളർത്തി അവന് നേരെ തിരിഞ്ഞ് അവനെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. ആത്മഹത്യ ചെയ്തു 3 വർഷം മുമ്പേ. നാടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പാവം, ഗോവയിലെ ഒരു റിസോർട്ടിൽ. അവൻ ചെറുചിരിയോടെ പറയുന്നവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. വിദ്യ, എനിക്കിപ്പോൾ നിന്നെ ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ എന്തു പറയുന്നു? അയ്യർ, എനിക്കത് വേണ്ട. കണ്ട LKG പിള്ളേരൊക്കെ തേച്ചിട്ട് പോയ ചെക്കനെ. സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. മുന്നിലെ പതിവ് കാഴ്ചയെ തിരഞ്ഞു. ഒരു ലൂസ് സ്ലീവ്ലെസ് ടോപ്പും ജീനും ഇട്ട് കണ്ണാടിക്കുമ്പിൽ തിരിഞ്ഞു കളിക്കുന്ന വിദ്യ. നോക്കിയത് വയറൊത്തിരി വലുതായില്ലേ? അവൻ മറുപടി പറയാതെ തൻ്റെ പ്രണയത്തെയും അവളുടെ ഉള്ളിൽ തുടിച്ചു തുടങ്ങിയ തൻ്റെ ജീവനെയും നോക്കി കാണുകയായിരുന്നു. അവൾ സെറ്റ് സാരി ഉടുത്ത് അതിരാവിലെ ഒരു കപ്പ് ചായയുമായി വന്ന് തന്നെ വിളിച്ചുണർത്താറില്ല. തന്നെ കാണുമ്പോൾ നാണിച്ച് തലതാഴ്ത്തി നിൽക്കാറില്ല. ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാത്ത് ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരിക്കാറില്ല. സങ്കല്പങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഇന്ന് അവൻ്റെ പെൺസങ്കല്പം അവൻ്റെ പ്രണയമാണ്. വിദ്യ യാദവ്. പുറമേ കാണുന്നതിലല്ല പെണ്ണിൻ്റെ സൗന്ദര്യം, അതവളുടെ ഹൃദയത്തിലാണ്. അവൾ ഇന്നൊരു അഗ്നിഗോളമാണ്. ചില മനുഷ്യമൃഗങ്ങൾ കാരണം ജീവിതം നശിച്ച സ്ത്രീജന്മങ്ങളെ സംരക്ഷിക്കുന്ന കരുത്തുറ്റ കരങ്ങളുള്ളവൾ. അവർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുന്നവൾ. ചിലപ്പോഴൊക്കെ സ്വയം നീതി നടപ്പാക്കുന്നവൾ. അവൾ ജീവിക്കട്ടെ, ഒരുപാട് പെണ്ണുങ്ങൾക്ക് മാതൃകയായും തണലായും താങ്ങായും.